പാചകരസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ലെമൺ റൈസാണ്. അതിന് ബിരിയാണി അരി വേണം. ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് ബിരിയാണി അരി നന്നായിട്ട് തേച്ച് കഴുകി 1/4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെച്ച് എടുത്ത അരിയാണ്. 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് അരി കൊണ്ട് 2-3 പേർക്ക് കഴിക്കാനുള്ള ലെമൺ റൈസ് കിട്ടിയിരിക്കും. ഇത് നമുക്ക് ഒരു അടുപ്പയിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനിവിടെ സ്റ്റൗവിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കിടക്കാണ്. അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് അരി കുതിർത്തതാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരി ഇട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ വേവിക്കണം, ഇല്ലെങ്കിൽ വേവ് കടന്നു പോകും. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ അതിൻ്റെ അടുക്ക നിന്ന് തന്നെ വേവിച്ചെടുക്കണം. ഒരു 90% വേകാവുള്ളൂ. മുഴുവൻ വെന്ത് കഴിഞ്ഞാൽ ഒരുപാട് വേവായാൽ കുഴഞ്ഞു പോകും, കൊള്ളാതാവും. അതുകൊണ്ട് നമുക്ക് നോക്കി നിന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് വെള്ളം ഊറ്റി മാറ്റാം. അരി വെന്തിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോകരുത്. ഒരു 90% വേകാവുള്ളൂ. ഒരുപാട് വെന്ത് പോയാൽ പിന്നെ കുഴഞ്ഞു പോകും. നമ്മൾ ഇളക്കിയൊക്കെ എടുക്കുമ്പോൾ കുഴയും. ഇപ്പോഴത്തെ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് മാറ്റാം, ഊറ്റിയെടുക്കാം. അപ്പം തന്നെ ഈ വെള്ളം ഊറ്റിക്കളയണം. എന്നിട്ട് വല്ല പ്ലേറ്റിലോ പാത്രത്തിലൊക്കെ നിരത്തി ഫാൻ്റെ അടി വെച്ച് ഒന്ന് ചൂടാറിച്ചൊക്കെ എടുക്കണം. ഇതിങ്ങനെ അടുങ്ങിയിരുന്നാൽ പിന്നെയും വെന്ത് പോകും. അതുകൊണ്ടൊന്ന് ആറിച്ചൊക്കെ എടുക്കണം. ഇതൊരു അരിപ്പയിലേക്ക് ഒഴിക്കാം. ഓഫ് ചെയ്യാണ്. നമ്മുടെ ലെമൺ റൈസിന് ഒന്ന് കടുവറുത്തൊക്കെ ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടായി ഇരിപ്പുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് അവരവരുടെ ഇഷ്ടമനുസരിച്ച് എന്ത് ഓയിൽ വേണേലും ഒഴിക്കാം. ടേസ്റ്റ് ഒന്നുകൂടെ നെയ്യ് ആയതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ച് വയ്ക്കുക, ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചേ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കശുവണ്ടി ഉണ്ടെങ്കിൽ കശുവണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി 2 ടേബിൾ സ്പൂൺ. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ മുളകും കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ ഒന്ന് ചുമന്ന് വരണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കുക. ചെറിയ തീയിൽ കപ്പലണ്ടിയൊക്കെ മൂത്ത് വരണം, ചുമന്ന് വരട്ടെ. ഉഴുന്നൊക്കെ ചുമക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ലോ ഫ്ലെയിമിലായതുകൊണ്ട് പതുക്കെയാണ് മൂക്കുന്നത്. എന്നാലേ കപ്പലണ്ടിയൊക്കെ മൂത്ത് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം. മൂന്ന് പച്ചമുളക്, അധികം എരിവില്ലാത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകിൻ്റെയും ഒരു മൂപ്പും ഉണ്ടാകട്ടെ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നിറം വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇട്ടോണം.
1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആ ചോറിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഈ കപ്പലണ്ടിക്കുമൊക്കെ ഒരു ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി ആറിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ചൂടാറിയിട്ടേ നാരങ്ങാ നീര് ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ചോറിന് കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ഇനി ആ നാരങ്ങാ നീര് കിടക്കുന്നതുകൊണ്ട് ഒന്ന് സ്റ്റൗ കത്തിക്കുക ചെറുതായിട്ട്. ലോ ഫ്ലെയിമിൽ സ്റ്റൗ കത്തിച്ചേച്ച് ഈ ചോറിട്ട് കൊടുക്കാം. ഇത് തവിയൊന്നും വെച്ച് ഇളക്കരുത്, ചോറ് പൊടിഞ്ഞു പോകും. മഞ്ഞ നിറം കൂടുതൽ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടി ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കും. സ്റ്റൗ ഓഫ് ചെയ്തു. ലോ ഫ്ലെയിമിലാണ് സ്റ്റൗ പിന്നെ ഓണാക്കിയത്. അത് ഓഫ് ചെയ്തു. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഇത് കുറേ നേരം ഇരുന്ന് കഴിയുമ്പം ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പുളി കൂടുതലായിട്ട് തോന്നും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഉണ്ടാക്കി വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കുക. എന്തെങ്കിലും ഗ്രേവി ആയിട്ട് ഒരു കറിയോട് കൂടി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.